കള്ളപ്പണ ഇടപാടുകളിൽ ഇ ഡി അന്വേഷണം കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക്. ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന രേഖകൾ കടത്തിയെന്ന് സംശയം. കോൺഗ്രസ് CPM ഭരണ നിയന്ത്രണങ്ങളുള്ള സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലുമാണ് വൻ ക്രമക്കേടുകൾ നടന്നത്. കൊല്ലം ഇടമുളയ്ക്കൽ ബാങ്ക് മുൻ സെക്രട്ടറി ആർ മാധവൻപിള്ളയെ ഇ ഡി ചോദ്യം ചെയ്യും. ബാങ്കിൽ കഴിഞ്ഞ ദിവസം ഇ ഡി കൊച്ചി യൂണിറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് തന്നെ വീണ്ടും ചേരുകയാണ്. ജിജീഷ്, ഈ കരുവന്നൂരിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് കേട്ടതൊക്കെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായിരുന്നു. ഈ നിക്ഷേപകർക്ക്, ബാങ്ക് ഇടപാടുകാർക്കൊക്കെ ആശങ്കയായിരുന്നു ആ സമയത്തൊക്കെയും. ഇപ്പോൾ ഇ ഡി വീണ്ടും സജീവമാകുന്നു. കൂടുതൽ ക്രമക്കേടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നു. മാത്രമല്ല, ഈ ക്രമക്കേടുകളുടെ രേഖകൾ, ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന രേഖകൾ മാറ്റിയെന്ന വിവരവും വരുന്നുണ്ട്. അതായത് ഇ ഡി വിടാതെ പിന്തുടരുന്നോ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾക്ക് നേരെ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ സഹകരണ ബാങ്ക് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പ്രമാദമായ നിരവധി ബാങ്ക് തട്ടിപ്പ് കേസുകൾ, കള്ളപ്പണ ഇടപാട് കേസുകൾ അതിലൊന്നായിരുന്നു കരുവന്നൂരും പിന്നീട് കണ്ടലയും. CPM നിയന്ത്രണത്തിലുള്ളതും CPI നിയന്ത്രണത്തിലും എല്ലാമുള്ള ബാങ്കുകളിലെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കുകളുടെ തട്ടിപ്പുകൾ തന്നെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നു. അതിൽ ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കൊല്ലത്തെ ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി വരുന്നതും. അതിലവിടെ 24 കോടിയിലധികം രൂപയുടെ, 25 കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് നടന്നത് പ്രത്യക്ഷത്തിൽ എന്ന് വ്യക്തമാവുകയും ചെയ്തത്. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണം ആരംഭിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ബാങ്ക് മുൻ സെക്രട്ടറി ആർ മാധവൻപിള്ളയെ കൂടി ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. ഭരണസമിതി അംഗങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും പേരുടെ വീടുകളിലും ഒപ്പം തന്നെ ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിലും മാധവൻ പിള്ളയുടെ വീടുകളിലും, മുൻ ബാങ്ക് സെക്രട്ടറി കൂടിയായ മാധവൻ പിള്ളയുടെ ശ്രീകാര്യത്തുള്ളതടക്കം 2 വീടുകളിൽ കൂടി അന്വേഷണ സംഘം എത്തി. എന്നാൽ ഈ 2 വീടും പൂട്ടിക്കിടക്കുകയായിരുന്നു എന്ന കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം യാതൊരു തരത്തിൽ പരിശോധന നടത്താൻ കഴിയാത്ത വിധത്തിൽ വീടുകൾ പൂട്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. മാത്രമല്ല, ചില നിർണായകമായ രേഖകൾ കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടിയായിരുന്നു അന്വേഷണ സംഘം ഉദ്ദേശിച്ചത്. എന്നാൽ ബാങ്കിൽ നിന്ന് രേഖകൾ കണ്ടെത്തി മറ്റു ചില രേഖകൾ അവിടെ നിന്ന് മാറ്റിയതായ ഒരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ തട്ടിപ്പ് പുറത്തുവിടുന്ന അല്ലെങ്കിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള നിരവധി രേഖകൾ ഈ ഒരു പരിശോധന നടക്കുന്നതിന് മുമ്പായി തന്നെ, അല്ലെങ്കിൽ തട്ടിപ്പ് വിവരം പുറത്തു വരികയും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ എല്ലാം അന്വേഷണം മാധവൻപിള്ളയ്ക്കെതിരെ നടക്കുകയും എല്ലാം ചെയ്തപ്പോൾ തന്നെ നിർണായകമായ പല ഫയലുകളും പല രേഖകളും അവിടെ നിന്ന് മാറ്റിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്നാൽ ഇതെല്ലാം തിരിച്ച് കണ്ടെത്താൻ കഴിയുന്ന, തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുകയാണ്. അങ്ങനെ വിവിധ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ളതും CPM നിയന്ത്രണത്തിലുള്ളതുമായ നിരവധി ബാങ്കുകളിലെ തട്ടിപ്പ് പരാതികൾ തുടർച്ചയായി ലഭിച്ചിരുന്നു. ആവർത്തിച്ച് തന്നെ നിക്ഷേപകർ ഇത്തരം പരാതികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസുകളിൽ എത്തി. അങ്ങനെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രാഥമികമായി പരിശോധനകൾ നടത്തി ECIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത്. പലതും 2 കോടി 3 കോടി മുതൽ 100 കോടിയിലധികം രൂപ വരെയുള്ള തട്ടിപ്പുകൾ ഇത്തരത്തിൽ പരാതികളായി വന്നിരുന്നു. അതിൽ പലതിലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 30 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയും എല്ലാം തന്നെ അവിടെ നിക്ഷേപിച്ച പണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. ആസൂത്രിതമായി തന്നെയാണ് ഇത്തരം സഹകരണ ബാങ്കുകളിലെല്ലാം തന്നെ തട്ടിപ്പുകൾ നടത്തിയെന്നതും അതിന് ബാങ്ക് ഭരണസമിതിയുടെ പിന്തുണയുണ്ടായിരുന്നു. ബാങ്കിന്റെ സെക്രട്ടറിമാരടക്കം അവിടുത്തെ ജീവനക്കാരുടെ പിന്തുണ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റിന്റെ പിന്തുണ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്ന പല ബാങ്കുകളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു കോക്കസ് കൃത്യമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടും രാഷ്ട്രീയ പിൻബലത്തിലുമായിരുന്നു പലരും അവിടെ വായ്പകൾ തരപ്പെടുത്തി തിരിച്ചടവില്ലാതെ മുങ്ങിയിരുന്നതും. ഒപ്പം തന്നെ വലിയ നിക്ഷേപങ്ങൾ നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം നഷ്ടപ്പെടുന്ന, തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ബാങ്ക് തകരുന്ന ഒരു സ്ഥിതിയിലേക്കും എല്ലാം തന്നെ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെടുത്ത എല്ലാ കേസുകളിലും രജിസ്റ്റർ ചെയ്ത 1 വർഷത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ കൂടുതലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തിയ കേസുകളിലെല്ലാം തന്നെ ഊർജിതമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഇടമുളയ്ക്കൽ കേസുമായി ബന്ധപ്പെട്ട്, ഇടമുളയ്ക്കൽ ബാങ്ക് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയുടെ മുൻ സെക്രട്ടറിയെ തന്നെ അടുത്ത ദിവസങ്ങളിൽ സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുള്ളത്. സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ക്രമക്കേടുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇ ഡി വന്നു തുടങ്ങിയപ്പോൾ തന്നെ
അതിനെതിരെ പ്രതിഷേധം വന്നു. എന്തിന് ഞങ്ങളുടെ സുതാര്യമായ ഇടപാടുകളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു? പക്ഷേ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടല, കരുവന്നൂർ, അങ്ങനെ ഓരോരോ ബാങ്കുകൾ തലപൊക്കി വന്നു. വലിയ അഴിമതികൾ, കോടികൾ വരെ എത്തി നിൽക്കുന്നു. ഇതെല്ലാം സാധാരണക്കാരൻ്റെ പണമാണെന്ന് ഓർക്കണം. അവർ ദിവസക്കൂലിക്ക് പോയി പണിയെടുത്ത് അതിലൊരു വിഹിതം ചിട്ടിയായോ നിക്ഷേപമായോ ഒക്കെ അവിടെ കൊടുക്കുകയാണ്. അതാണ് അടിച്ചു മാറ്റി തട്ടിയെടുത്ത് വെട്ടിപ്പ് നടത്തി ആ ബാങ്കിലെ ഉന്നതർ രാഷ്ട്രീയക്കാരൊക്കെയും ജീവിക്കുന്നത് എന്നോർക്കണം. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.